വിവാഹം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വലിയൊരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഈ മഹാസദസ്സിൽ പെൺകുട്ടികളുള്ളവരോട് ഞാൻ പ്രത്യേകമായി പറയുന്നു, ഇന്നത്തെ വിസ്ഡം കോൺഫറൻസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വാഹനത്തിൽ വെച്ചെങ്കിലും നിങ്ങളുടെ ഭാര്യയോട് മാന്യമായി സംസാരിക്കാനും, ഭാര്യയോട് മാന്യമായി സംസാരിക്കുമ്പോൾ അതിനോട് മാന്യമായി പ്രതികരിക്കുവാനും നമ്മൾ ഇനി പഠിച്ചില്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ നമുക്ക് കണ്ണീരായി മാറും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം അവർ അയൽപക്കത്തെ ദാമ്പത്യമല്ല കണ്ടത്, അവർ കണ്ടത് നിങ്ങളുടെ ദാമ്പത്യമാണ്. ഇനി പോകട്ടെ, മൂത്ത ജ്യേഷ്ഠത്തിയുടെ വിവാഹം കഴിഞ്ഞു, അവർ ജീവിക്കാൻ തുടങ്ങി. എന്നും ഇതുവരെ സന്തോഷത്തോടുകൂടെ ജീവിച്ച ജ്യേഷ്ഠത്തി കല്യാണം കഴിഞ്ഞ ശേഷം കണ്ണീരാണ് അവൾക്ക്. അവൾ വരുമ്പോഴെല്ലാം അളിയനില്ലാത്ത സമയത്ത്, ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്തൃ വീട്ടിലെ പീഡനങ്ങളെയും സങ്കടങ്ങളെയും കുറിച്ചാണ് മൂത്ത ജ്യേഷ്ഠത്തി ഇവൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. ഒരു മാന്യമായ വാക്ക് എന്നോട് അയാൾ പറയാറില്ല, എന്റെ ഒരു പ്രശ്നവും അയാൾ അന്വേഷിക്കാറില്ല. ഭർത്തൃ വീട്ടിൽ എനിക്കൊരു സമാധാനവുമില്ല, ആ ഉമ്മ എനിക്കൊരു സ്വൈരവും തരാറില്ല എന്നൊക്കെ ആദ്യം കല്യാണം കഴിഞ്ഞ പെൺകുട്ടി തൊട്ട് താഴെയുള്ള പെൺകുട്ടിയോട് 3-4 വർഷം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പെൺകുട്ടിക്ക് ധൈര്യമുണ്ടാകുമോ സഹോദരിമാരെ വിവാഹത്തിന്? അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ മാറണം, ദാമ്പത്യങ്ങൾ മാറണം. സന്തോഷത്തോടുകൂടെ റൊമാൻറ്റിക്കായി, സാധാരണ ഏറ്റവും സന്തോഷകരമായി കളിയും ചിരിയുമായി കഴിയുന്ന ദാമ്പത്യങ്ങളെ കാണാൻ പുതിയ തലമുറയുടെ പെൺകുട്ടികൾക്ക് അവസരം സൃഷ്ടിക്കൂ. അവർക്ക് ക്ലാസ് എടുക്കണ്ട, പ്രീമരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് വേണ്ട. ഉപ്പയെപ്പോലെ ഉമ്മയല്ലേ ഉപ്പക്കെല്ലാം, അതുപോലെ എനിക്കൊരാൺ തുണ വേണം. താത്ത രക്ഷപ്പെട്ടത് അളിയൻ വന്നു കേറിയപ്പോഴല്ലേ, അതുകൊണ്ട് എനിക്കൊരു തുണ വേണമെന്ന് അവൾ മനസ്സിൽ സ്വപ്നമായി താലോലിക്കും. അതിന്നില്ലാത്തത് അങ്ങനത്തെ മാതൃകാപരമായ കുടുംബ ജീവിതങ്ങളെ നമ്മുടെ പുതിയ തലമുറക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ട് പെൺകുട്ടികളോട്, എന്തേ വിവാഹം വേണ്ടെന്ന് പറയാൻ. മറ്റു ചില പെൺകുട്ടികൾ പറഞ്ഞ ഉത്തരങ്ങളുണ്ട്. ഒരു പുരുഷന്റെ ആധിപത്യത്തിനു കീഴിൽ ജീവിക്കുന്ന അടിമയാകാൻ ഞാനില്ലെന്നാണ് അവൾ പറയുന്നത്. ശരിയാണോ സഹോദരങ്ങളെ? അത് വിവാഹം കഴിയുന്ന ഒരു പെൺകുട്ടി ഒരു പുരുഷന്റെ അടിമയാണോ? പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പുതിയ തലമുറക്ക് കൈമാറിയിട്ടുണ്ട്. അവർ ഇണകളാണ്. നിങ്ങൾക്കറിയുമോ, ഒരു വാപ്പയിൽ നിന്നൊരു മകൾക്ക് കിട്ടുന്ന സ്നേഹവും പരിഗണനയും എത്രയാണോ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് സ്നേഹം. അത്ര വലിയ സ്നേഹം തരുന്ന ഒരു രക്ഷിതാവാണ് എനിക്കെൻ്റെ ഭർത്താവ് എന്ന് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് മനസ്സിലാവാത്തത്? ഞാൻ ഒന്നും കൂടെ വ്യക്തമായി പറയാം. എന്തേ മോളെ വിവാഹം വേണ്ടാത്തത്? എൻ്റെ പഠനം പൂർത്തിയാവട്ടെ, എനിക്ക് ജോലി കിട്ടട്ടെ, അതിനൊന്നും നമ്മളെതിരല്ല. പക്ഷെ ഒരു കാര്യം പറയാം, അപ്പോൾ പഠനത്തിന് തടസ്സമാണ് ഭർത്താവ് എന്ന് നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നു. പഠനത്തിന് തടസ്സമാണ്, ജോലിക്ക് തടസ്സമാണ് ഭർത്താവ് എന്ന്. സത്യമാണോ സുഹൃത്തുക്കൾ? അത് ഒരിക്കലുമല്ല. ഒരു ഭർത്താവ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ മറ്റൊന്നും നടക്കില്ലെന്ന് ആരോ തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, നാളെ അവൾ കോളേജിൽ പോകുമ്പോൾ, അവൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ്, ഇന്നലെ വരെ അവൾക്ക് കോളേജിൽ പോകാൻ ചെറിയ പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ നാളെ അവളെ എത്തിച്ചു കൊടുക്കാൻ ഒരാളുണ്ട്, അവൾക്ക് വേണ്ടി മാത്രമായ ഒരാൾ ബൈക്കുമായി കാത്തു നിൽക്കുന്നു, ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ. അവളെ കോളേജിന്റെ ഗേറ്റിന് മുന്നിൽ എത്തിച്ചു കൊടുക്കും. അവൾ തിരിച്ചു വരുന്നത് ഇനി ഉമ്മ കാത്തിരിക്കില്ല, ഉമ്മ ബേജാറാവില്ല. അവൾ തിരിച്ചെത്താൻ, അവളെ കാത്തു നിൽക്കാനും, അവളെ ബന്ധപ്പെടാനും, അവളെ കൂട്ടിക്കൊണ്ടുവരാനും ഒരാളുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പഠനം വിവാഹത്തിന് തടസ്സമാണെങ്കിൽ ജോലി എത്രമാത്രം വിവാഹത്തിന് തടസ്സമാണ്? ജോലി എന്ന് പറഞ്ഞാൽ കൃത്യതയോടുകൂടെ ഓഫീസിലെത്തണം, തിരിച്ചു പോരണം. എന്നാൽ ജോലിയുള്ളവർ വിവാഹം വേണ്ടെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിവാഹം കഴിക്കാൻ പറ്റുമോ? ഒരു വിവാഹ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം ഒരു കുഞ്ഞിന്റെ ഗർഭധാരണവും പ്രസവവുമാണ്. ഈ ഗർഭധാരണവും പ്രസവവും ഒക്കെ നടത്തുന്ന സുഹൃത്തുക്കളെ പഠിക്കാൻ പോകാതെയാണോ, ജോലിക്ക് പോകാതെയാണോ, മറ്റൊരു കാര്യവും ചെയ്യാതെയാണോ? എല്ലാം വിവാഹത്തോടൊപ്പം നടക്കും. ജീവിതത്തിൽ ഇനിയുമുള്ള എല്ലാ കാര്യത്തിനും ഒരു ഭർത്താവ് എനിക്കെല്ലാറ്റിനും ഇണയായി തുണയായി ഉണ്ടാകുമെന്ന ബോധം എന്തുകൊണ്ടോ നമ്മുടെ പെൺകുട്ടികൾക്ക് പകർന്നു നൽകാൻ പുതിയ ദാമ്പത്യത്തിൽ പറ്റുന്നില്ല. കാരണം വിവാഹ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി നിന്റെ പഠനം നടക്കില്ലെന്ന് ഭർത്തൃമാതാവ് പറഞ്ഞാൽ ആ സന്ദേശം ഈ സമൂഹത്തിന് മുഴുവൻ നൽകുന്ന തെറ്റായ സന്ദേശമാണ്. ഒരു 6 മാസത്തെ കോഴ്സും കൂടെ കോളേജിൽ പോകാൻ ഇനി നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ, വീട്ടിലെ പണിയൊക്കെ തീർത്തു തരാൻ പറ്റുമെങ്കിൽ നീ കോളേജിൽ പോയിക്കോ എന്ന് പറയുന്ന കമന്റുകൾ വന്നാൽ
പുതിയ തലമുറക്ക് നൽകുന്നത് തെറ്റായ സന്ദേശമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിവാഹത്തിലൂടെ കിട്ടുന്നത് മറ്റൊന്നുകൊണ്ടും ലഭിക്കില്ലെന്ന് വിവാഹം കഴിച്ചവരും മനസ്സിലാക്കണം, വിവാഹം കഴിക്കാത്തവരും മനസ്സിലാക്കണം. വിവാഹത്തിലൂടെ ലഭിക്കുന്നത് മറ്റൊന്നിലൂടെയും ലഭിക്കുകയില്ല. എന്താണ് വിവാഹത്തിലൂടെ ലഭിക്കുന്ന ഒരു കാര്യം സുഹൃത്തുക്കളെ? ആ ഭാര്യ ഭർത്തൃ ബന്ധമുണ്ടല്ലോ, ആ സ്നേഹം, രണ്ടു വ്യക്തികൾ തമ്മിലുള്ള അഗാധമായ ആ ബന്ധം, അത് മറ്റൊരു തലത്തിലും ഉണ്ടാവില്ല, മറ്റൊരു തലത്തിലും അത് നേടാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വലിയ കാലങ്ങളോ വലിയ കാലപ്പഴക്കങ്ങളോ കൈമാറ്റങ്ങളോ ഒന്നും വേണ്ട. ഒരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ വേണ്ടി ചെന്നതാണ്. കണ്ടപ്പോൾ അവൻ അവളെ ഇഷ്ടപ്പെട്ടു, ഒരൊറ്റ നോട്ടം. എന്തോ ഒരു ഡ്രിങ്ക്സ് കയ്യിൽ തന്നപ്പോൾ അത് വാങ്ങി കുടിക്കുന്ന സമയത്ത് മാത്രം അവളെ ഒന്ന് കണ്ടു. ഒരു വാക്ക് പോലും നേരെ സംസാരിച്ചിട്ടില്ല. അവൻ തിരിച്ചു വന്നു, അവൻ പറഞ്ഞു എനിക്കിഷ്ടമായി, അവളെ മതി എന്ന് പറഞ്ഞു. അന്വേഷണങ്ങൾ മുന്നോട്ട് പോയത് പിന്നെയാണ്. വാപ്പക്കും ഉമ്മക്കുമൊക്കെ അന്വേഷിച്ചപ്പോൾ തറവാട് പോരാ, പണം പോരാ, പല പ്രശ്നങ്ങളും, പെങ്ങന്മാർക്കൊന്നും ഇഷ്ടായില്ല, വേണ്ടെന്ന് വെച്ചു. നോക്കൂ നിങ്ങൾ, ആ ചെറുപ്പക്കാരൻ ഞാൻ ഇന്നും കാണും. അവന്റെ കടയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ 30 വയസ്സ് പിന്നിട്ട് അവൻ ഇന്നും വിവാഹിതനല്ല. എന്തേ വിവാഹിതനാകാതിരുന്നത്? ഒരു മിനിറ്റ് നേരം കണ്ട ആ പെൺകുട്ടിയെ കൈയൊഴിക്കാൻ അവന് പറ്റുന്നില്ല. അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ മനസ്സിൽ വിചാരിക്കാൻ അവന് പറ്റുന്നില്ല. 5 കൊല്ലത്തെ പ്രേമമില്ല, 6 കൊല്ലത്തെ മെസ്സേജുകളില്ല. ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും അതെനിക്കുള്ളതാണ്, അവൾ എന്നോടൊപ്പം വേണം, എങ്കിലേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകൂ എന്ന് ആഗ്രഹിക്കാൻ മാത്രമുള്ള ആകർഷണീയത ആണിനും പെണ്ണിനും തമ്മിലുണ്ട്. അങ്ങനെ ഒരു ബന്ധം സൗഹൃദം കൊണ്ടുണ്ടാകുമോ? മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ടാകുമോ? ആര് തമ്മിലുണ്ടാവില്ല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, അങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ, അത് അള്ളാഹു സൃഷ്ടിപ്പിൽ വെച്ചൊരു കാര്യമാണ്. വഖലഖനാകും വസുവാജ, അത്ഭുതകരമായ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് ആണും പെണ്ണും തമ്മിലുള്ള ഈ ആകർഷണീയത. ലിതസ്കുനു ഇലൈഹ, സമാധാനം കണ്ടെത്താൻ വേണ്ടി ആ ആകർഷണീയത, അത് മറ്റൊന്നും കൊണ്ടും കിട്ടില്ല. അവിടെ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം, ഒരു ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സ്നേഹമുണ്ടല്ലോ, പരിഗണനയുണ്ടല്ലോ, ആ ബന്ധം മറ്റാർക്കും തരാനാവില്ല. ഉമ്മക്ക് തരാനാവില്ല, ഉപ്പക്ക് തരാനാവില്ല. അതുകൊണ്ട് ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിലും ഒരു ഭർത്താവിന്റെ അനിവാര്യത മനസ്സ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും.